ഹായ്, എല്ലാവർക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം. ഞാൻ രേവതി വിജയൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും 2026 PSC പരീക്ഷാ കലണ്ടർ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ തിരക്കിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ഈ ഒരു വീഡിയോ കാണുക. ഇതിനകത്ത് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കറിയാം PSC പരീക്ഷയുടെ റാങ്കിൻ്റെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട്, PSC പരീക്ഷകൾക്ക് റാങ്കിൻ്റെ മുന്നിലെത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതിൽ ഒരു വിഷയമാണ് മലയാളം അല്ലെ? മലയാളത്തിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെയാണ് പഠിക്കേണ്ടത്, പഠിക്കാനുള്ള എളുപ്പ വഴികൾ എന്താണ്, ഇതൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഇന്ന് പറയാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യനും. അപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ ആർക്കെങ്കിലും ഒക്കെ തോന്നാം മലയാളത്തിൽ ഇതിൽ കൂടുതൽ എന്ത് ചോദിക്കാൻ, പദശുദ്ധി, വിപരീതം, പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, ഇത്രയൊക്കെ ഉള്ളൂ അല്ലോ എന്ന്. എന്നാൽ അങ്ങനെയല്ല. 2025 PSC പരീക്ഷയുടെ ചോദ്യപേപ്പർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മാറ്റങ്ങൾ മലയാളത്തിനകത്തും വന്നിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു വരിയുണ്ട് അല്ലെ? ചക്ഷുശ്രവണ ഗളസ്തമാം ദർദുരം ഭക്ഷണത്തിന് അപേക്ഷിക്കുന്നത് പോലെ. ഇതിലെ ദർദുരം എന്ന പദത്തിന് സമാനമായി വരുന്ന പദം ഏത്? ചക്ഷുശ്രവണൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? തന്നിരിക്കുന്ന വാക്യത്തിന്റെ ആശയം എന്ത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പൊ കണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഇന്ന പദത്തിന്റെ പര്യായം എന്ത് എന്നേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ SCERT ടെക്സ്റ്റ് ബുക്കിലെ വരി തന്ന് അതിന്റെ പര്യായത്തെ കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കുന്നുണ്ട്. അത് എഴുതിയ എഴുത്തുകാരനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്, തുലികാനാമം ചോദിക്കുന്നുണ്ട്. അതൊക്കെ പണ്ടും ഉണ്ടെങ്കിലും ഇന്ന് പാറ്റേണിൽ ഒരു ചെറിയ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കൃത്യമായ രീതിയിൽ തയ്യാറെടുത്തിട്ടില്ലെങ്കിൽ മലയാളം എന്ത് ചെയ്യില്ല, നമുക്ക് വിചാരിച്ച പോലെ സ്കോർ നേടാനും പറ്റില്ല, നമ്മുടെ മാർക്ക് അത്രത്തോളം കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ PSC പരീക്ഷയ്ക്ക് നമ്മളെ മുന്നിലെത്തിക്കാൻ സഹായിക്കുന്നതാണ് മലയാളം എന്ന് ഞാൻ പറഞ്ഞു. ആ മലയാളത്തെ നിങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയാം. ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ പഠനം എവിടെ എത്തിയിട്ടില്ല, എല്ലാം ഡൗട്ടാണ്. പല പുസ്തകങ്ങളിലും പലതാണ് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എവിടെ കിട്ടും, ഇതെങ്ങനെ വ്യാകരണം മനസ്സിലാക്കും, അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഒട്ടും ടെൻഷൻ അടിക്കേണ്ട, സമയം കളയണ്ട. ഞങ്ങളിവിടെ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം, നമുക്ക് ഒന്നിച്ച് പഠിക്കാം. PSCയുടെ റാങ്കിന്റെ മുന്നിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സ്ഥാനം ഉറപ്പിക്കാം. അപ്പൊ ഇത് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇതിലെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുവാണ്. എന്താ? പദശുദ്ധി മുതൽ വ്യാകരണം വരെ എളുപ്പത്തിൽ പഠിക്കാം. കഴിഞ്ഞ വുമൻസ് പോലീസിന്റെ ചോദ്യപേപ്പർ കണ്ടപ്പോൾ നമ്മളെല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. എന്തുകൊണ്ടാണ് ഞെട്ടിയത്? ഒരുപാട് ഡീപ്പായിട്ടുള്ള വ്യാകരണമായിരുന്നു അവിടെ എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. വിഭക്തിയിൽ നിന്ന്, സമാസത്തിൽ നിന്നൊക്കെ അത്രയും ആഴത്തിലുള്ള ചോദ്യങ്ങൾ അവിടെ വന്നു. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാറ്റം കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഡിഗ്രി പ്രിലിമിനറി എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അപ്പൊ ഇതിൽ ആദ്യം പറയുകയാണെങ്കിൽ നമ്മുടെ സിലബസിൽ പഠിക്കേണ്ട ഭാഗങ്ങളെ നമുക്ക് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. നോക്കിയേ, പദശുദ്ധി, വാക്യശുദ്ധി, പദശുദ്ധി, വാക്യശുദ്ധി, അക്ഷരത്തെറ്റും വ്യാകരണ പിശകും കണ്ടെത്തുക. എന്തായാലും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗം അല്ലേ പദശുദ്ധിയും വാക്യശുദ്ധിയും. പദശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം, ഒരു പദം തന്നിട്ട് അതിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദത്തെ തെരഞ്ഞെടുക്കുക. ഇപ്പൊ ചോദ്യത്തിന്റെ പാറ്റേൺ മാറിയില്ലേ? 1, 2, 2, 3, 3, 4. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വന്നു. പിന്നെ വാക്യശുദ്ധി എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 1 മാർക്ക് എന്തായാലും നമുക്ക് ഉറപ്പിക്കാം. അതെങ്ങനെയാണ്, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ വഴിയേ പറഞ്ഞുതരാം. പിന്നെ പരിഭാഷ അല്ലെ, ഇംഗ്ലീഷിനെ മലയാളത്തിലേക്കാക്കി മാറ്റുന്ന ചോദ്യങ്ങൾ ഉണ്ടാകും. ഒറ്റപദം, പര്യായം, വിപരീതം എന്നീ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. പിന്നെ ശൈലികള്, പഴഞ്ചൊല്ലുകള്, ലിംഗം, വചനം, ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത്, സന്ധി നിയമങ്ങൾ. ചേർത്തെഴുത്തും പിരിച്ചെഴുത്തും എന്ന് പറഞ്ഞാൽ വെറുതെ പദങ്ങളെ ചേർത്തെഴുതലും പിരിക്കലും അല്ല. അത് തന്നിരിക്കുന്നെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് പഠിക്കണം, സന്ധി എന്നും സമാസം എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിക്കണം. സമാസം പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് പഠിക്കണം, വിഭക്തി പഠിച്ചിരിക്കണം. ഇനി സന്ധി പഠിക്കണമെങ്കിലോ ഭാഷയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായ വർണ്ണം പഠിക്കണം.
വർണ്ണങ്ങൾ പഠിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, സന്ധിക്ക് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റൂ. ഇത്തരത്തില് മലയാളത്തിന്റെ വ്യാകരണം എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് ഓർക്കാം. അപ്പോൾ PSC പരീക്ഷയിൽ ആ ഒരു 10 പോയിന്റ് നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ആ 10 പോയിന്റും വ്യാകരണത്തിനകത്തേക്ക് ഉറച്ചു നിൽക്കുന്നുണ്ട്. ഡിഗ്രി പ്രിലിംസ് പഠിക്കുന്ന സമയത്ത് 10 പിരിച്ചെഴുത്ത്, ചേർത്തെഴുത്ത്, വിപരീതം, പദശുദ്ധി, ഒറ്റപദം, ശൈലി, പഴഞ്ചൊല്ല് ഇത് മാത്രം പഠിച്ചു പോകരുത്. ഇതിനപ്പുറത്തുള്ള വ്യാകരണങ്ങൾ കൂടി, നിയമങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് പോകണം. അങ്ങനെ വരുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. താഴെ പറയുന്നവയിൽ ശരിയായ പ്രയോഗം ഏത്? തത്വം, മഹത്വം, സ്വത്വം, ബോഷത്വം. ഇതെന്താ, പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ. ഇത് പദശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ശരിയായ പ്രയോഗം ഏതാ? തത്വം എന്ന് പറയുന്നത് ഇങ്ങനെയാണോ? അല്ല. എങ്ങനെ ഈ തത്വം? തത്വം എന്ന് നമുക്ക് പിരിക്കുന്നത് തത്വം എന്നാണ്. ഇനി മഹത്വം ആണോ? അതും അല്ല. മഹത്വം നമുക്ക് എങ്ങനെയാ മഹത്വം എങ്ങനെയല്ല, നമുക്ക് എങ്ങനെ ശരിയാക്കാം? മഹത്വം ആക്കി മാറ്റാം. പിന്നെയോ സ്വത്വം, ഭോഷത്വം. ഭോഷത്വം എന്ന് പറയുന്നതല്ല, ഭോഷത്വമാണ് അല്ലെ. ഭോഷത്വം, ഭോഷത്വം എന്ന് പറയാം. പിന്നെയോ സ്വത്വമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്, സ്വത്വം. അപ്പൊ തത്വം, മഹത്വം, ഭോഷത്വം ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മറ്റു പദങ്ങളെ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. പദശുദ്ധി എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റണം എന്നില്ല. ഒരുപാട് പദങ്ങളുണ്ട് അല്ലേ. എന്നാൽ നമുക്ക് PYQ നോക്കിയിട്ട് എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന പദങ്ങളെ നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് പഠിക്കുവാണെങ്കിൽ എളുപ്പത്തിൽ മാർക്ക് നേടാൻ പറ്റും. അടിമത്വം, അടിമത്തം പരീക്ഷയ്ക്ക് ചോദിക്കുന്നയാളെ. അടിമത്തമാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അടിമത്വം, അടിമത്തം എന്ന് പറയുന്നതിൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത്ഭുതം എന്ന് പറയുന്നത് എഴുതുന്നത് നോക്കാം. ആധ്യാത്മികം, ആധ്യാത്മികം. ഇളനീർ, ഐകമത്യം, ഐകമത്യം. ചിലവ് ഓർ ചെലവ്, ചെലവ്. ത്വഗ് രോഗം, ത്വക്ക് രോഗം എന്ന് പറയാറില്ലേ, ത്വഗ് രോഗം. നിഘണ്ടു, പാദസരം. തിഥി നോക്കാതെ വരുന്നവൻ, അതിഥി. തീയതി നോക്കാതെ വരുന്നവനല്ലേ അതിഥി. അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഹാർദം എന്ന് പറയുന്ന വാക്ക്, വാക്യശുദ്ധിക്കകത്തും ഒക്കെ ചോദിക്കാറുണ്ടല്ലോ ഈ പദം. ഇപ്പോഴും ഇതൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1, 2, 2, 3 അങ്ങനെയാണ് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പൊ പദശുദ്ധി പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യാം, കഴിഞ്ഞ 5 വർഷത്തെ PYQ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. കഴിഞ്ഞ 5 വർഷത്തേത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും അല്ല. ഇന്ന് നമ്മുടെ ടെക്നോളജി ഒക്കെ ഒരുപാട് വളർന്നു. വിരൽത്തുമ്പിലാണ് വിജ്ഞാനം എന്ന് പറയുന്നത് പോലെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് ഈ ചോദ്യ പേപ്പർ കിട്ടും. ഇനി 2025 നടന്നിട്ടുള്ള എല്ലാ PSCയുടെയും ചോദ്യ പേപ്പർ എടുത്ത് മലയാളത്തിലാകെ 10 മാർക്കല്ലേ ഉള്ളൂ. ടൈപ്പിസ്റ്റ് എക്സാമിന് മാത്രമാണ് 20 മാർക്കുള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ, ഒരു പുസ്തകത്തിൽ എഴുതി വെച്ച് നോക്കിയാൽ ഈ പറയുന്ന പദശുദ്ധി, അതുപോലെ ഒറ്റപദം, വിപരീതം, എതിർലിംഗം, നാനാർത്ഥം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതൊക്കെ പഠിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പൊ അങ്ങനെ നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പ്രത്യേകം ഒന്ന് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാം. ഇനി അതേപോലെ ശരിയായ പ്രയോഗം ഏത്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ശരിയായ പ്രയോഗം ഏത്? ഇവിടെ നിങ്ങൾ നോക്കിയേ, 10 തെങ്ങുകള്, അതുപോലെ 100 പുസ്തകം, 100 പുസ്തകങ്ങൾ. 1 മാത്രം ശരി, 1, 3 ശരിയാണ്, 2 മാത്രം ശരി, 2, 4 ശരിയാണ്. ഇവിടെ ശരിയായ പ്രയോഗം ഏത് എന്ന് പറയുമ്പോൾ ഇത് ഏത് ഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്? വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചോദ്യമാണ് അല്ലേ. വാക്യശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. 10 തെങ്ങുകൾ, 100 പുസ്തകം, 100 പുസ്തകങ്ങൾ. ഇതിലേതാണ് ശരിയെന്ന് നോക്കാം നമുക്ക്. 10 തെങ്ങ്, ഞാൻ 10 തെങ്ങ് നട്ടിട്ടുണ്ട്, ഞാൻ 10 തെങ്ങുകൾ വെച്ചിട്ടുണ്ട്. ഏതാ കറക്റ്റ്? 10
10 തെങ്ങ് ശരിയാണ്, 10 തെങ്ങുകൾ തെറ്റാണ്. അടുത്ത നോക്കിയേ, 100 പുസ്തകം ഞാൻ വായിച്ചു തീർത്തു. 100 പുസ്തകങ്ങൾ ഞാൻ വായിച്ചു തീർത്തു. 100 പുസ്തകം എന്ത് ചെയ്തു? ഞാൻ വായിച്ചു. അപ്പൊ ഇവിടെ ശരി ഏതാ? 1ഉം 3ഉം ശരിയാണ്, ബാക്കിയെല്ലാം തെറ്റാണ്. ബാക്കി 2ഉം തെറ്റാണ്. എന്തുകൊണ്ടാണ് ഇത് തെറ്റായത്? ഇവിടെ എന്ത് ദോഷമാണുള്ളത്? ഇത് പഠിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് വാക്യശുദ്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് പഠിച്ചിരിക്കണം. അപ്പൊ കുറെ പേരുണ്ട്, മലയാളം സിമ്പിൾ അല്ലേ, പോയിരിക്കുക, വാക്യം വായിക്കുക, അതിലെന്ത് ചെയ്യും? വായിക്കുമ്പോൾ മനസ്സിലാവും, കറക്കി കുത്തുക, തെറ്റിക്കുക. ഇങ്ങനെയല്ല, ചിലത് ശരിയാവും, ചിലത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള വാക്യങ്ങൾ വന്നാൽ നിങ്ങൾ പെട്ടുപോകും. അപ്പൊ എന്ത് ചെയ്യണം? എന്തൊക്കെ ദോഷങ്ങളാണ് ഒരു വാക്യത്തിൽ കടന്നു വരുന്നത് എന്നുള്ള ധാരണ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റൂ? ആൻസർ ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ എന്തോ ആൻസർ എന്ന് പറഞ്ഞു. ഇതേത് വാക്യദോഷമാണെന്നറിയാവോ? ഇതേത് വാക്യദോഷമാണെന്ന് നോക്കാം. അതിനു മുമ്പ് വാക്യത്തിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന 5 ദോഷങ്ങളെയാണ് ഇവിടെ, 6 ദോഷങ്ങളെയാണ് ഇപ്പൊ നിങ്ങൾ ഇവിടെ കാണുന്നത്. അതിൽ ആദ്യത്തേതാണ് പദക്രമഭംഗം എന്ന് പറയുന്നത്. പദക്രമം അല്ലെങ്കിൽ പദക്രമഭംഗം. ഒരു വാക്യം എഴുതുക എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു ഘടനയുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള ഒരു ക്രമമുണ്ട്. എങ്ങനെയായിരിക്കണം അതെന്നറിയാവോ? കർത്താവ്, കർത്താവ്, കർമ്മം, കർമ്മം, ക്രിയ. കർത്താവ്, കർമ്മം, ക്രിയ. അപ്പൊ പ്രവൃത്തി ചെയ്യുന്ന ആൾ ആദ്യം വരണം, കർമ്മം രണ്ടാമത് വരണം, ക്രിയ എന്ന് പറയുന്നത് അവസാനം വരണം. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് കറക്റ്റാക്കി എഴുതാ, അല്ലെങ്കിൽ എന്ത് ചെയ്യും? ആ വാക്യം തെറ്റായിരിക്കും. രണ്ടാമത്തതാണ് പുനരുക്തം അല്ലെങ്കിൽ പൗനരുക്തം. PSC പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരുന്ന ദോഷം ഏതാണ്? ഈ പറയുന്ന രണ്ടാമത്തെയാണ് കേട്ടോ. പൗനരുക്തം അഥവാ പുനരുക്തി. പൗനരുക്തം അഥവാ പുനരുക്തി എന്ന് പറയുന്ന ദോഷമാണ്. അതെന്താ? ഇപ്പൊ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ അവിടെ ഏകദേശം 1000-ഓളം സ്ത്രീകൾ ഉണ്ടായിരുന്നു. എന്താ ഇവിടെ മിസ്റ്റേക്ക്? ഏകദേശം തോളം, അതായത് ഒരേ അർത്ഥം തരുന്ന, ഒരേ ആശയം തരുന്ന പദങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത് മൂലം ഉണ്ടാകുന്ന ദോഷത്തെ പൗനരുക്തം അഥവാ പുനരുക്തി എന്ന് പറയുന്നു. ഒരേ അർത്ഥം തരുന്ന, ഒരേ ആശയം തരുന്ന പദങ്ങൾ ആവർത്തിച്ച് വരുന്ന ദോഷം. ഇനി അടുത്തതോ സമുച്ചയ ദോഷം എന്ന് പറഞ്ഞ സമുച്ചയ വികൽപ്പ ദോഷം. സമുച്ചയ വികൽപ്പം. സമുച്ചയം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? 2 പദങ്ങളെ തമ്മിൽ ചേർത്തെഴുതുന്നതും 2 പദങ്ങളെ തമ്മിൽ വേർതിരിക്കുന്നതുമായ പ്രത്യയങ്ങൾ കൃത്യമായിട്ട് ഒരു വാക്യത്തിൽ ചേരണം. ഇപ്പൊ 2 പദങ്ങളെ തമ്മിൽ ചേർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്രത്യയമാണ് എന്ന പ്രത്യയം അല്ലെ. ഞാനും അവനും, രാജുവും രാധയും എന്ന് പറയുമ്പോ അവിടെ വരുന്നത് എന്ന പ്രത്യയമാണ് അല്ലെ. പിന്നെ വരുന്നത് എന്താ? ഓ എന്ന് പറയുന്നതാണ് 2 പദങ്ങളെ തമ്മിൽ വേർതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഓ എന്ന് പറയുന്നത് ഒരു വാക്യത്തിൽ കൃത്യസ്ഥലത്ത് ചേരാത്തത് മൂലമുണ്ടാകുന്ന ദോഷത്തെയാണ് സമുച്ചയ ദോഷം എന്ന് പറയുന്നത്. അപ്പം 2 പദങ്ങളെ തമ്മിൽ ചേർക്കാൻ വേണം, 2 പദങ്ങളെ വേർതിരിക്കണമെങ്കിൽ ഓ വേണം. ഇത് രണ്ടും വാക്യത്തിൽ ചേരണം, ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷമാണ്. ഇനി ഈ സമുച്ചയ ദോഷത്തെ തന്നെ വികൽപ്പ ദോഷമാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഓ എന്ന് പറയുന്നത് വാക്യത്തിൽ കൃത്യസ്ഥാനത്ത് ചേർന്നിട്ടില്ല. ഇനി സമുച്ചയ നിപാത ദോഷം എന്നാണെങ്കിൽ, നിപാത ദോഷം എന്നാണെങ്കിൽ കൃത്യസ്ഥാനത്ത് ചേർത്തിട്ടില്ല. അപ്പൊ സമുച്ചയ ദോഷം എന്ന് പറഞ്ഞ ഒരു വാക്യത്തിൽ ഓയും കൃത്യസ്ഥാനത്ത് ചേരണം. സമുച്ചയ നിപാതം എന്ന് കണ്ടാല് ന്റെ കുറവാണ് അവിടെ ദോഷത്തിന് കാരണം. സമുച്ചയ വികൽപ്പമാണെങ്കിൽ ഓയാണ് ദോഷത്തിന് കാരണം. ഇത് മനസ്സിലാക്കാം. ഇനി അടുത്തതോ വിലക്ഷണ പ്രയോഗം. വിലക്ഷണ പ്രയോഗം എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ കണ്ടില്ലേ, തെറ്റായ പദങ്ങളുടെ ഉപയോഗം. ഇപ്പൊ ഹാർദവം എന്ന് പറയുന്ന ഒരു വാക്ക് എവിടെയില്ല, മലയാളത്തിനകത്തേ ഇല്ല അല്ലെ. ഹാർദവം ഇല്ല, ഹാർദം മാത്രമേ ഉള്ളൂ, ഹാർദം. അപ്പോ തെറ്റായ പദങ്ങളുടെ ഉപയോഗം, അക്ഷരത്തെറ്റുകൾ ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? വിലക്ഷണ പ്രയോഗം. ഇനി അടുത്തതാണ്
സംഖ്യാദോഷം. സംഖ്യാദോഷത്തെയാണ് ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ കണ്ടത്. 100 പുസ്തകങ്ങൾ എന്ന് പറയില്ല, 100 പുസ്തകം, 5 പേന, 6 മിഠായി എന്നേ പറയൂ. മറിച്ച് 5 കുട്ടികൾ എന്ന് പറയാം, 5 പെൺകുട്ടികൾ കളിക്കുന്നു എന്ന് പറയാം. അതിൽ തെറ്റില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അതായത് സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം എപ്പോഴും എന്തേ വരാവൂ? ഏകവചനം മാത്രമേ വരാവൂ. എങ്ങനെയുള്ള വസ്തുവിന്? സംഖ്യാശബ്ദങ്ങൾക്ക് ശേഷം ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ, സംഖ്യാശബ്ദത്തിന് ശേഷം നപുംസകലിംഗത്തിൽപ്പെട്ട വസ്തുക്കളാണെങ്കിൽ അവിടെ എന്തേ പാടുള്ളൂ? ഏകവചനം മാത്രമേ വരാവൂ. അതായത് 10 പേനകൾ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. 10 പേന. പേനക്ക് ജീവനുണ്ടോ? ഇല്ല. അപ്പൊ 10 പേന, 5 പുസ്തകം, 6 മിഠായി എന്ന് നമുക്ക് പറയാം. എന്നാൽ ജീവനുള്ള വസ്തുക്കളാണെങ്കിൽ നമ്മൾ എന്ത് പറയണം? 10 ആൺകുട്ടികൾ, 10 പെൺകുട്ടികൾ, 10 പശുക്കൾ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഇതാണ് സംഖ്യാദോഷം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. നമ്മുടെ PSC പരീക്ഷകൾക്ക് ഈ പറയുന്ന പൗനരുക്തിയും അഥവാ പുനരുക്തിയും സംഖ്യാദോഷവുമാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? കണ്ടുവന്നിട്ടുള്ളത്. ഇനി അടുത്തത് ഗതിദോഷം. ഗതി എന്ന് പറയുന്നതും ഭാഷയുടെ ഏറ്റവും ബേസ് ആയിട്ട് ദ്യോതകം പഠിക്കുന്ന സമയത്ത് ഓൾറെഡി ഗതി പഠിച്ചു വെക്കണം. അത് ഇതിനു വേണ്ടി കൂടി ഉപകരിക്കും. ഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റക്ക് നിൽക്കുമ്പോൾ അർത്ഥമില്ല, മറ്റ് പദത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അർത്ഥം തരുന്ന പദങ്ങളാണ് പറ്റി, നിന്ന്, എന്ന്, കുറിച്ച്, വരെ, കാൾ, കൊണ്ട്. ഇതൊക്കെയാണ് എന്ത്? ഗതി എന്ന് പറയുന്നത് അല്ലെ. പറ്റി, നിന്ന്, എന്ന്, കുറിച്ച്, വരെ, കാൽ, കൊണ്ട്. ഇങ്ങനെയുള്ള പദങ്ങൾ ആവശ്യമില്ലാതെ ഒരു വാക്യത്തിൽ കയറി വരിക, ഒരു വാക്യത്തിൽ ഒന്നിലധികം പദങ്ങൾ കടന്നു വരിക, ഇത് മൂലം ഉണ്ടാകുന്ന ദോഷത്തെയാണ് ഗതി ദോഷം എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ്? ഇതിന്റെ എക്സാമ്പിളും കാര്യങ്ങളൊക്കെ നമ്മൾ പല വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്കിലും ജസ്റ്റ് മനസ്സിലാക്കാം. ഒരു വാക്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലൂടെ ഈ 6 ദോഷങ്ങളും കടന്നു പോകണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റൂ. പദക്രമഭംഗം, പൗനരുക്ത്യം അഥവാ പുനരുക്തി, സമുച്ചയ ദോഷം, ഗതിദോഷം, സംഖ്യാദോഷം, വിലക്ഷണ പ്രയോഗം. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. അടുത്തൊരു ചോദ്യം നോക്കിയേ. നമ്മൾ തെറ്റാൻ വേണ്ടി സാധ്യതയുള്ള ഒരു ചോദ്യം അല്ലേ? എന്താ? ഒറ്റപദമാക്കുക. അപ്പൊ പണ്ട് PSC അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ഒറ്റപദം ചോദിക്കാറുണ്ട്. ഇപ്പൊ എന്താ? പുത്രന്റെ പുത്രൻ, അതാര്? പൗത്രനാണ്. മകളുടെ ഭർത്താവ് ജാമാതാവാണ്. മകന്റെ ഭാര്യ സ്നുഷയാണ്. ഇങ്ങനെയുള്ള ഒറ്റപദങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് PSCയിൽ മാറ്റം വന്നു. ഇപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഏത് തരത്തിലാണ്? ഇതിൽ കാണാൻ പറ്റുന്ന ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, അതുപോലെ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ, കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ഇങ്ങനെയുള്ള പദങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെ ചോദ്യം നോക്കിയേ. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിൻ്റെ ഒറ്റപദമേത്? ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ബുഭുക്ഷു. പിഭാസു, ദിദൃക്ഷ, അതുപോലെ തന്നെ പിഭഡിഷു. എന്തോ ഇതിൽ ആൻസർ ആയിട്ട് വരിക? ബുഭുക്ഷു എന്ന് പറഞ്ഞാലാണ് ഭുക്ഷു ഭക്ഷണം അല്ലെ? ബുഭുക്ഷു ഭക്ഷിക്കുക. അപ്പൊ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നത് ബുഭുക്ഷു ആണ്. പിപാസു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പിപാസു കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ അല്ലെ? കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ വിപാസു. ഇനി ദിദൃക്ഷ അല്ലെ? ദിദൃക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണാൻ ആഗ്രഹിക്കുന്നയാൾ. ദിദൃക്ഷ കാണാനുള്ള ആഗ്രഹം കേട്ടോ. ദിദൃക്ഷ കാണാനുള്ള ആഗ്രഹം. ദിദൃക്ഷു ആണെങ്കിൽ കാണാൻ ആഗ്രഹിക്കുന്നയാൾ. ഇത് കാണാനുള്ള ആഗ്രഹമാണ് ദിദൃക്ഷ. ഇനി പിഭഡിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്നയാൾ. അല്ലെ? പിഭഡിഷു. അതുപോലെ തിദൃഷു
കടക്കാൻ ആഗ്രഹിക്കുന്നയാൾ, ഇങ്ങനെയുള്ള വിവക്ഷ, പറയാനുള്ള ആഗ്രഹം, ഇങ്ങനെയുള്ള പദങ്ങളാണ് ഇപ്പോൾ PSC ഒറ്റ പദമായിട്ട് കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നയാൾ ആരാണ്? ബുഭുക്ഷുവാണ്. കുടിക്കാൻ ആഗ്രഹിക്കുന്നയാളാണ് പിപാസു. കാണാനുള്ള ആഗ്രഹമാണ് ദിദൃക്ഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളെയാണ് പിഭടിഷു എന്ന് പറയുന്നത്. അപ്പൊ ഇതും എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി ഇതേപോലെ നമുക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ള ചില ഒറ്റപദങ്ങളുണ്ട്. നോക്കിക്കേ, പ്രേക്ഷകനും പ്രേക്ഷിതനും. പലരും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ പ്രേക്ഷകൻ എന്നത് അയക്കുന്നയാളാണെങ്കിൽ പ്രേക്ഷിതൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയേ, പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആൾ അല്ലെ? പ്രേക്ഷകൻ അയക്കുന്ന ആൾ. ഇനി പ്രേക്ഷിതനാണെങ്കിലോ കാണപ്പെട്ടവൻ, അത് കാണുന്നവൻ, കാണപ്പെടുന്നവൻ, കാണപ്പെട്ടവൻ. ഇനി പ്രേക്ഷകനാണെങ്കിലോ അത് കാണുന്നയാളാണ്. പ്രേക്ഷകൻ കാണുന്നയാൾ. പ്രേക്ഷിതനാണെങ്കിൽ അയക്കപ്പെട്ടവൻ. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസത്തിന്റെ പേരിൽ മാർക്ക് പോവാൻ സാധ്യതയുള്ള പദമാണ്. അപ്പൊ പ്രേക്ഷകൻ അയക്കുന്നയാള്, കാണപ്പെട്ടവൻ പ്രേക്ഷിതൻ, പ്രേക്ഷകൻ കാണുന്നയാള്, പ്രേക്ഷിതൻ അയക്കപ്പെട്ടവൻ. ഒറ്റപദം. ഇനി വചിക്കുന്നവൻ ആരാ? വക്താവ് അല്ലെ? വചിക്കുന്നവൻ വക്താവ്. കൊല്ലുന്നവൻ ആരാണ്? ഹന്താവ്. കൊല്ലുന്നവൻ ഹന്താവ്. പറയാനുള്ള ആഗ്രഹമാണ് വിവക്ഷ. ഒരാളുടെ പറയാനുള്ള ആഗ്രഹത്തെ എന്ത് പറയും? വിവക്ഷ. പഠിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ പിബഡിഷ. പഠിക്കാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ പിബഡിഷു. അറിയാനുള്ള ആഗ്രഹമാണെങ്കിൽ ജിജ്ഞാസ. അറിയാൻ ആഗ്രഹിക്കുന്നയാളാണെങ്കിൽ ജിജ്ഞാസു. പിന്നെയോ കാണാനുള്ള ആഗ്രഹമാണെങ്കിൽ ദിദൃക്ഷ. ലാഭത്തോടുള്ള ആഗ്രഹത്തെ ലാഭേച്ഛ. ആവർത്തിച്ചു പറയുന്നവൻ എന്ത് പറയും? അനുഘാതി. ഇപ്പൊ ഞാനൊരു അനുഘാതിയാണ്. ഞാൻ കുറേ തവണ നിങ്ങളോട് എന്ത് ചെയ്തു? ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അനുഘാതി. അതുപോലെ നോക്കിയേ, വിപരീത പദത്തിൽ നിന്നുള്ള ഒരു ചോദ്യം. ജാഗ്രത വിപരീത പദം എഴുതുക. സുഷുപ്തി, അലസം, നിസംഗം, നിർവികാരം. എന്താ ഇവിടെ ഉത്തരമായിട്ട് വരിക? ജാഗ്രത എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥ അല്ലെ? ജാഗ്രത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഉണർന്നിരിക്കുന്ന അവസ്ഥ. ജാഗ്രത. എന്നാൽ സുഷുപ്തി ആണെങ്കിലോ ഉറങ്ങി തൂങ്ങിയിരിക്കുന്ന അവസ്ഥ, ഉറങ്ങുന്ന അവസ്ഥ. അപ്പൊ പട്ടാളക്കാര് ജാഗരൂകരായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ജാഗ്രത ഉണർന്നിരിക്കുന്ന അവസ്ഥയും സുഷുപ്തി ഉറങ്ങുന്ന അവസ്ഥയുമാണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ അലസം, നിസംഗം, നിർവികാരം, ഇതൊക്കെ എന്താണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി മറ്റു വിപരീത പദങ്ങളെ നോക്കിയേ. വിരസം, സരസം, വൃഷ്ടി, സമഷ്ടി, ശാശ്വതം, നശ്വരം, സഭ്യം, അസഭ്യം, സ്വസ്ഥം, അസ്വസ്ഥം, സുന്ദരൻ, വിരൂപൻ, സ്വേച്ഛ, പരേച്ഛ. അതുപോലെ സംസ്കൃതം, പ്രാകൃതം. ഇതൊക്കെ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്? എടുക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് ഒരു മാർക്ക് എന്നും പറഞ്ഞ് തരുന്ന ഒരു ഭാഗമാണ് ശൈലിയും പഴഞ്ചൊല്ലും. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു സ്ഥാനത്ത് എത്തിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലി ഏത്? കടവടുപ്പിക്കുക, ശ്ലോകത്തിൽ കഴിക്കുക, അക്കരെ പച്ച, ശ്ലോകത്തിൽ കഴിക്കുക. 2 പ്രാവശ്യം ശ്ലോകത്തിൽ കഴിക്കുക വന്നിട്ടുണ്ട്. സോ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ഒരു സ്ഥാനത്ത് എത്തിക്കുക. ഇതുപോലുള്ള ചോദ്യങ്ങൾ വന്നാൽ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുക. എന്താ ഇതിന്റെ അർത്ഥം വരിക? ഒരു സ്ഥാനത്തേക്ക് എത്തിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചതിന് ശേഷം ഓപ്ഷൻ നോക്കുക. കടവടുപ്പിക്കുക, ശ്ലോകത്തിൽ കഴിക്കുക എന്ന് പറഞ്ഞാല് ഇതിന്റെ അർത്ഥം എന്താണ്? ശ്ലോകത്തിൽ കഴിക്കുക. ശ്ലോകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു 4 വരിക്കകത്ത് വലിയ ആശയത്തെ പറഞ്ഞു വെച്ചു അല്ലെ? അപ്പൊ ഏറെ ചുരുക്കുക, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഏറെ ചുരുക്കുക. ഇനി അടുത്ത അക്കരപ്പച്ച.
അക്കരെ പച്ച എന്ന് പറഞ്ഞ എന്താ? ഇവിടെ നിൽക്കുമ്പോ അക്കരെ പച്ചയായിട്ടൊക്കെ തോന്നും എന്ന് പറഞ്ഞ എന്താ അർത്ഥം? ഇവിടെ നിൽക്കുമ്പോ അതാ നല്ലത്, അവിടെ നിൽക്കുമ്പോ ഇതാ നല്ലത് എന്നുള്ള ഒരു തോന്നലാണ് അക്കരെ പച്ച. എന്നാല് കടവടുപ്പിക്കുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനത്ത് എനിക്ക് അവിടെ ഒന്ന് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഇങ്ങനെ നിങ്ങൾ ചിന്തിച്ചുത്തരം എഴുതാം. ഇതുപോലെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള മറ്റ് ശൈലികളൊന്നും നമുക്ക് ഒരിക്കലും ബൈഹാർട്ടായിട്ട് പഠിക്കേണ്ടതേ ഇല്ല. കാരണം എന്താ? ചിന്തിച്ചുത്തരം എഴുതേണ്ടതാണ്. അരണബുദ്ധി എന്താ നമ്മൾ പറയുന്നതാണ് അല്ലെ? നിനക്കെന്താ അരണബുദ്ധിയോ? പെട്ടെന്ന് മറന്നു പോകുന്ന സ്വഭാവം. അജഗജാന്തരം, അജം ഗജം തമ്മിലുള്ള വ്യത്യാസം. അജം ഗജം, അജം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആടാണ് അല്ലെ? അജം എന്ന് പറഞ്ഞാൽ ആടാണ്, അതുപോലെ ഗജം എന്ന് പറഞ്ഞാൽ ആനയാണ്. അപ്പൊ ആട് ആനയും തമ്മിലുള്ള വ്യത്യാസം, ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം എന്താ? വലിയ വ്യത്യാസം. പിന്നെയോ അധരാനുകമ്പ. അധരം എന്ന് പറഞ്ഞാൽ ചുണ്ട് കൊണ്ട് മാത്രം അനുകമ്പ കാണിക്കാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാക്കിൽ മാത്രം അനുകമ്പ കാണിക്കുക, പറച്ചില് മാത്രം അനുകമ്പ. ഇനി അലകും പിടിയും മാറ്റുക. അലകും പിലകും എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യത്യാസം മാറ്റുക. അമ്പലം വിഴുങ്ങുക. അമ്പലം വിഴുങ്ങുക പറഞ്ഞാൽ എന്താ? കൊള്ളയടിക്കുക. അമ്പലം വിഴുകുക, മുഴുവൻ കൊള്ളയടിക്കുക. അപ്പൊ അരണബുദ്ധി, പെട്ടെന്ന് മറന്നു പോകുന്ന ബുദ്ധി. അജഗജാന്തരം, വലിയ വ്യത്യാസം. അധരാനുകമ്പ, വാക്കിൽ മാത്രം അനുകമ്പ. പിന്നെ അലകും പിടിയും മാറ്റുക, വ്യത്യാസപ്പെടുത്തുക. അമ്പലം വിഴുങ്ങുക, മുഴുവൻ കൊള്ളയടിക്കുക. കിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്ത ശൈലി നോക്കാം. റിപ്പീറ്റ് ആയിട്ട് വരുന്ന അടുത്ത ശൈലി അജഗജാന്തരം നമ്മൾ പറഞ്ഞു, അക്കരപ്പച്ച നമ്മൾ പറഞ്ഞു. പിന്നെയോ അർദ്ധരാത്രിക്ക് കുട പിടിക്കുക. അർദ്ധരാത്രിക്ക് കുട പിടിക്കുക പറഞ്ഞാൽ എന്താ? ആസ്ഥാനത്ത് ആഡംബരം കാണിക്കുക അല്ലെ? അർദ്ധരാത്രിക്കും കുട പിടിക്കുക പറഞ്ഞ ആസ്ഥാനത്ത് ആഡംബരം കാണിക്കുക. അരക്കൈ നോക്കുക, മത്സരിച്ച് നോക്കുക, അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കുക എന്നുള്ള അർത്ഥം. ഇതേപോലെ ചോദിക്കുന്നതാണ് ഭരതവാക്യം ചൊല്ലുക, ധനാശി പാടുക എന്നിവയുടെ അർത്ഥം എന്ത്? അവസാനിപ്പിക്കുക എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്നതാണ്. ദീപാളി കുളിക്കുക, ധൂർത്ത് കാണിക്കുക അല്ലെ? ആലത്തൂർ കാക്ക, ആശിച്ച് കാലം കഴിക്കുന്നവര്. അതുപോലെ എന്താ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ചെണ്ട കൊട്ടിക്കുക, അപമാനിക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. ഇനി അടുത്തത് നോക്കിക്കേ. വചനം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം റിപ്പീറ്റ് ആയിട്ട് വരുന്ന 1 മാർക്ക് എന്തായാലും വചനത്തിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. എന്താ ഇവിടെ ചോദിച്ചത്? സലിംഗ ബഹുവചനം അല്ലാത്തത് ഏത്? അമ്മമാർ, പുരുഷന്മാർ, പെണ്ണുങ്ങൾ, അധ്യാപകർ. അപ്പൊ ആദ്യം പഠിക്കേണ്ടത് വചനമാണ്. വചനം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് സൂചിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? വചനം എന്ന് പറയുന്നത്. വചനം എത്ര തരത്തിലുണ്ട് എന്നറിയാവോ? 2 തരത്തിലുണ്ട് അല്ലെ? ഏതൊക്കെയാ അത്? ഒന്ന് ഏകവചനമുണ്ട്, മറ്റൊന്ന് ബഹുവചനമുണ്ട്. ബഹുവചനത്തെ തന്നെ ഒന്നിലധികം പറയുന്നതാണ് ബഹുവചനം. ബഹുവചനത്തെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം അല്ലെ? പൂജക ബഹുവചനം. ഇത് ഇല്ലാതെ ഒരു PSC പരീക്ഷകൾ പോലും ഇല്ല. സലിംഗ ബഹുവചനം എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് 3 ലിംഗമുണ്ട്. സ്ത്രീലിംഗം, പുല്ലിംഗം, നപുംസകം. ഈ 3 ലിംഗത്തിൽപ്പെട്ട വസ്തുക്കളെയും അതിന്റെ വ്യത്യസ്തമായി തന്നെ ബഹുത്വത്തെ പറഞ്ഞാൽ സലിംഗം. എങ്ങനെ? അച്ഛന്മാർ, അമ്മമാർ, പെൺകുട്ടികൾ, ആൺകുട്ടികൾ, മലകൾ, കുന്നുകൾ, പൂക്കൾ, പുഴകൾ, ഇതൊക്കെ വന്ന സലിംഗാണ്. അലിംഗം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ സ്ത്രീയെയും പുരുഷനെയും വേർതിരിക്കാതെ ഒന്നിച്ച് പറഞ്ഞാൽ അലിംഗം. മക്കൾ, ജനങ്ങൾ, കേരളീയർ, ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ പൂജക ബഹുവചനാണെങ്കിലോ ഒരു വ്യക്തിയെ ബഹുമാനാർത്ഥം നമ്മൾ വിശേഷിപ്പിക്കുന്നത് അല്ലെ? എങ്ങനെ? പണിക്കർ, അതുപോലെ തന്നെ സ്വാമികൾ, തിരുവടികൾ, ഇതൊക്കെ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്താ? സലിംഗ ബഹുവചനം അല്ലാത്തത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് അധ്യാപകരാണ്. ഇത് അലിംഗ ബഹുവചനമാണ്. ഇതിൽ സ്ത്രീയും പുരുഷനും ഉൾപ്പെട്ടിട്ടുണ്ട്. ബാക്കി 3 സലിംഗ
ടോപ്പിക്കാണ്. ഇത്രയും സിമ്പിൾ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മലയാളത്തിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയും ഒരുപാട് കാര്യങ്ങൾ മലയാളത്തിൽ പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എളുപ്പത്തിൽ പഠിക്കാം, എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. വിഷയത്തെ അറിഞ്ഞ് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പറയുന്ന പദശുദ്ധി, ഒറ്റപദം, വിപരീതം, പര്യായം ഇതിലൊക്കെ മാർക്ക് വാങ്ങണമെങ്കിൽ അതിൻ്റെ വഴി എന്താ? SCERT പുസ്തകത്തിലെ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ പദങ്ങളെ നിങ്ങൾ പരിചയപ്പെടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തെ ചോദ്യ പേപ്പർ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുസ്തകത്തിൽ ക്വസ്റ്റ്യൻ എഴുതി വെക്കുക, അതിൻ്റെ ഓപ്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. ഇതൊക്കെ കുറേ അധികം റിപ്പീറ്റ് ആയിട്ട് കൂടി വരാറുണ്ട്. അപ്പോൾ ചോദ്യങ്ങളുടെ ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. PSCയുടെ ചോദ്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. വിഷയത്തെ അറിഞ്ഞു പഠിക്കുക എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇനിയും നിങ്ങളുടെ പഠനമൊന്നും കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ സമയം കളയരുത്, പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. അതിനുവേണ്ടി നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇവിടെ CCM റെഡിയാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്